ഹലോ നമസ്കാരം ഗായ്സ്. ഞാൻ നട്ട കുറ്റിപ്പയറാണിത്. ഇത് ഫുള്ളായിട്ട് ഡ്രമ്മിലാണ് നട്ടത്. ഏകദേശം ചെണ്ടുമല്ലി നട്ട് അതായത് കഴിഞ്ഞ ഡ്രമ്മിലാണ് ഏകദേശം നട്ടത്. ഗ്രോ ബാഗും ഡ്രമ്മും കൂടെ കൂട്ടിക്കൊണ്ടാണ് നട്ടത്. ഏകദേശം നല്ല ഇലച്ചൊരു കാട് പോലെ ആയിരിക്കുന്നു. ഏകദേശം നല്ല കാടായിരിക്കുന്നു. വള്ളി വീശുണ്ട്. കുറ്റിപ്പയറായാലും ഏതായാലും ഒന്ന് വള്ളി വീശിയാലേ പിന്നെ കായ് ഫലം തുടങ്ങുകയുള്ളൂ. ഇതിൽ കുക്കമ്പറുണ്ട്, ഈ കാട്ടിൽ കുക്കമ്പറുണ്ട്, മുളകുണ്ട്, വഴുതനുണ്ട്, പയറുണ്ട്. അങ്ങനെ 4-5 ഐറ്റം ഇതാണിത്. ഒക്കെ ഒരുമിച്ചാണ് നട്ടിക്കാണ്. ഏകദേശം കാട് പോലെ ബുഷായി വളർന്നിരിക്കുന്നു. ഈ കുറ്റിപ്പയറിന് കാര്യമായ വളം കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് മണ്ണ്, നല്ല ഓതമുള്ള മണ്ണ്, നല്ല ഓതമുള്ള മണ്ണുണ്ടെങ്കിൽ അത് മതി. ഏകദേശം ഫ്ലവറായി തുടങ്ങുന്നുണ്ട്. നല്ല കുറ്റിപ്പയറാണ്. നമുക്കൊന്ന് സാമ്പിൾ നോക്കാം കുറ്റിപ്പയർ എങ്ങനെയാണ് എന്താണ്. കുറ്റിപ്പയർ ഏകദേശം വലിയ മറ്റേ പയറിൻ്റെ നീളം പയറിൻ്റെമാർക്ക് വലിയ പരിപാലനം കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയുന്നത് കേൾക്കണ്. ഏതായാലും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഏതായാലും സാമ്പിൾ നോക്കാം. ഇത് ഏകദേശം കൊട്ടയിലും പഴയ കൊട്ട, പഴയ കീസ് അങ്ങനെയൊക്കെ നട്ടതുകൊണ്ട് ഇതിൽ ഇത് പഴയ കൊട്ടയാണ്. പിന്നെ കുറച്ച് ഡ്രമ്മുണ്ട്. ഏകദേശം നല്ല ഉഷാറായിട്ട് ഇലയൊക്കെ നല്ല ഉഷാറായിട്ട് ഇതായിരിക്കണം. നമുക്ക് ഈ കുറ്റിപ്പയറാകുമ്പോൾ ഇല ഉപ്പേരി വെക്കാം, താളിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇലയും പറിക്കാമാണെങ്കിൽ കായും പറിക്കാം. നല്ല ഹൈബ്രിഡ് വിത്താണ് ഞാൻ നട്ടത്. നല്ല ഉഷാറായിരിക്കുന്നു. കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസവും പയർ പറിക്കാനുണ്ടാവും. അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ കുക്കമ്പർ കായ്ച്ചിട്ടുണ്ട്. ഫ്ലവറായിട്ട് കണ്ട നല്ല മഞ്ഞ ഫ്ലവർ. ഇത് പെൺപൂവാണ്. ഏകദേശം ഒരാഴ്ച വേണം നമുക്ക് പറിക്കാനാവും. ഇതുപോലെ എല്ലാവർക്കും കീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നടാം. ഒരു ഗാർഡൻ പോലെ എല്ലാവർക്കും ഇതുപോലെ കൃഷി ചെയ്യാം. ഈ കുറ്റിപ്പയറിന് പിന്നെ പൊതുവെ കീടങ്ങളെ അറ്റാക്ക് വളരെ കമ്മിയാണ്. അങ്ങനെ നീളം പയറിന്മാർക്ക് കീടങ്ങളെ അറ്റാക്കൊന്നും വല്ലാതെ ഉണ്ടാവുകയില്ല. പിന്നെ അതങ്ങനെ കായ്ച്ചുകൊണ്ടാക്കും. കുറച്ച് വെള്ളം എപ്പോഴേലും കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ കുറ്റിപ്പയർ. പിന്നെ വള്ളി ചുറ്റി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് അതിൻ്റെ പാട്ടിൽ അങ്ങനെ പോയി കായ്ച്ചോളും. നമ്മളതിൻ്റെ വള്ളിപ്പയറിൻ്റെ വൈത്താല നടക്കുന്നത് പോലെ ഇതിനെ പറ്റി നടക്കേണ്ട ആവശ്യമില്ല. പഴയ ഡ്രമ്മ്, കൊട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2 വിത്തൊക്കെ ഇതുപോലെ നമ്മളെ